എന്താണ് വഖഫ്? എന്താണ് വഖഫ് ബോർഡ്? നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതല്ല. മതപരമായ ആവശ്യങ്ങൾക്ക് ഒരു വ്യക്തി നൽകുന്ന സ്വത്തിനെയാണ് വഖഫ് എന്ന് പറയുന്നത്. ഇസ്ലാമിക് നിയമം അനുശാസിക്കുന്ന മതപരവും അതുപോലെ തന്നെ ജീവകാരുണ്യപരവുമായ ആവശ്യങ്ങൾക്കായി ഒരു വ്യക്തി നൽകുന്ന സ്വത്തിനെയാണ് വഖഫ് എന്ന് പറയുന്നത്. ഈ വഖഫ് സ്വത്ത് കൈകാര്യം ചെയ്യുന്നതിനുള്ള ചുമതലയാണ് വഖഫ് ബോർഡുകൾക്കുള്ളത്. വഖഫ് സ്വത്തുക്കളുടെ ക്രയവിക്രയം, കണക്കെടുപ്പ് എന്നിവയ്ക്കായുള്ള സർക്കാരിന്റെ കീഴിലുള്ള ഒരു സ്വതന്ത്ര സ്ഥാപനമാണ് ഈ വഖഫ് ബോർഡ് എന്ന് പറയുന്നത്. ഇനി പ്രധാനമായും എന്തൊക്കെയാണ് വ്യവസ്ഥകൾ അല്ലെങ്കിൽ ഭേദഗതികൾ എന്ന് നമുക്ക് പരിശോധിക്കാം. 1. ഈ നിയമത്തിലെ 40-ാം വകുപ്പ് റദ്ദാക്കുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വ്യവസ്ഥ. ചുരുക്കി പറഞ്ഞാൽ ഈ വഖഫ് ബോർഡിന്റെ അധികാരം കേന്ദ്രം ഈ വകുപ്പ് എടുത്തു കളയുന്നതിലൂടെ വെട്ടിക്കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. 2. വഖഫ് കൗൺസിലിലും വഖഫ് ബോർഡുകളിലും 2 അംഗങ്ങൾ മുസ്ലിംസ് അല്ലാത്തവരായിരിക്കണം എന്ന വ്യവസ്ഥകൾ കൂടി ഉൾപ്പെടുത്തി. 3. വഖഫ് ബോർഡിലെ 11 അംഗങ്ങളിൽ 2 പേർ വനിതകളായിരിക്കണം എന്ന വ്യവസ്ഥ കൂടി ഉൾപ്പെടുത്തി. 4. വഖഫ് സ്വത്തുക്കൾ സർവേ ചെയ്യാനുള്ള അധികാരം കളക്ടർമാർക്ക് കൈമാറി എന്നതാണ് മറ്റൊരു വ്യവസ്ഥ. 5. മറ്റൊരു വ്യവസ്ഥ, വാക്കാലുള്ള വഖഫ് ഇനി സാധ്യമാകില്ല, അത് അംഗീകരിക്കുകയില്ല. കൂടാതെ രജിസ്ട്രേഷൻ നിർബന്ധമാക്കുകയാണ് ചെയ്യുന്നത്. 6. ഭൂമിയുടെ രജിസ്ട്രേഷന് പ്രത്യേക പോർട്ടൽ കൊണ്ടുവരികയും അതുപോലെ ഈ സ്വത്തുക്കളുടെ പട്ടിക സംസ്ഥാന സർക്കാർ തന്നെ അപ്ലോഡ് ചെയ്യണം എന്ന വ്യവസ്ഥയും ഉൾപ്പെടുത്തി. അപ്പോൾ ഇതുപോലുള്ള പുതിയ ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുക.